RSS സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയാണ് നിയമനിർമ്മാണം. തൊഴിലാളികളെയും കർഷകരെയും വലിയ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഓരോ നടപടികളും കോർപ്പറേറ്റുകളുടെ താല്പര്യത്തെ മുൻനിർത്തിയാണ് നടപ്പിലാക്കി വരുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ പാസാക്കുകയുണ്ടായി ഈ സമീപകാലത്ത്. കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില നിർണയം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി, ഈ മേഖലകളിലെല്ലാം കോർപ്പറേറ്റുകൾക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയാവുന്ന നിലയിൽ നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമാണ് 3 കരിനിയമങ്ങൾ ഇന്ത്യയിലെ കൃഷിക്കാർക്കെതിരായി പാർലമെന്റ് പാസാക്കിയത്. നേരത്തെ സഖാവ് വിജയകുമാർ ഇവിടെ വിശദീകരിച്ചതുപോലെ ഈ നിലപാടുകൾക്കെതിരായി വലിയ ചെറുത്തുനിൽപ്പ് ഇന്ത്യക്കകത്തുണ്ടായി. 1 വർഷത്തോളം നീണ്ടുനിന്ന, അല്ലെങ്കിൽ 1 വർഷത്തിലധികം നീണ്ടുനിന്ന സമരം, 750ഓളം പേർ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന സമരം, തെരുവോരങ്ങളിൽ മഞ്ഞ്, മഴ, വെയില്, ഈ കാലാവസ്ഥാ ദുരിതങ്ങളിലെല്ലാം വിധേയമായി തെരുവോരങ്ങളിൽ മരിച്ചു വീഴേണ്ടി വന്നവർ. ഈ കൃഷിക്കാരുടെ സമരം ഒത്തുതീർപ്പിൽ എത്തിക്കുന്നതിന് സഹായകരമായ നിലപാടിലേക്ക് വരുന്നില്ല എന്ന സ്ഥിതി വന്നപ്പോൾ ഇന്ത്യൻ തൊഴിലാളി വർഗം കൃഷിക്കാരുടെ സമരവുമായിട്ട് കൈകോർത്തു. ഇത്തരമൊരു നീക്കം ഇന്ത്യക്കകത്ത് ശക്തമായി വന്നതിനെ തുടർന്നാണ് കർഷക സമരം ഒത്തുതീർപ്പിന് വിധേയമായത്. 3 കരിനിയമങ്ങൾ ഗവൺമെന്റിന് റദ്ദു ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന്റെ പദവി ഒഴിയേണ്ടി വന്നു. എന്താ കാരണം? കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. 22 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന് മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പരീക്ഷകളും ഇതുപോലെ ചോദ്യപേപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ഒരു അന്തരീക്ഷം ഇന്ത്യക്കകത്താകെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഒന്നിച്ചണിനിരുന്നു. അത് ഇന്ത്യയിലെ ഒരു പുതിയ അനുഭവമാണ്. കേന്ദ്ര ഗവൺമെന്റ് കർഷക സമരം ഒത്തുതീർപ്പിലെത്തിക്കുന്നതിനു വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിലെ കൃഷിക്കാർക്കും ജനങ്ങൾക്കും 2 ഉറപ്പുകൂടി നൽകി. അതിലൊന്ന് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ. എന്താ പ്രധാന ശുപാർശ? ഇന്ത്യയിലെ എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും താങ്ങുവില നൽകണം എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് കാർഷികോൽപ്പന്നങ്ങൾക്ക് സഹായവില നൽകണം. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പു നൽകിയതാണ്, നടപ്പിലാക്കിയിട്ടില്ല. മറ്റൊരു ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയത് ഇന്ത്യയിലെ വൈദ്യുതി മേഖല, ഊർജ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കില്ല.